പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൻ്റെ മനുവിനെ അപായപ്പെടുത്തിയത് സൂര്യയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അഞ്ജലി. ഇതേ തുടർന്ന് ഇനിയൊരിക്കലും എനിക്ക് നിന്നെ കാണാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം അഞ്ജലി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഭർത്താവിനെയാണ് നീ കൊല്ലാൻ ശ്രമിച്ചത്. അതൊരിക്കലും ക്ഷമിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇനി നിന്നെ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അഞ്ജലി അത്രയ്ക്ക് പ്രിയപ്പെട്ടതാടാ എനിക്ക് എൻ്റെ ഭർത്താവ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന സൂര്യയാകട്ടെ, അവൻ എപ്പോഴാണ് നിനക്ക് പ്രിയപ്പെട്ടവനായത്? നിന്നെ ഇത്രയും നാൾ സ്നേഹിച്ചത് ഞാനല്ലേ? അപ്പോ നമ്മുടെ സ്നേഹം എവിടെ പോയി? ഇത് കേൾക്കുന്ന അഞ്ജലി പറയുകയാണ്, നിന്റെ കൂടെ ഇറങ്ങി വരാൻ നിന്നവളാണ് ഞാൻ. വിവാഹത്തിന് ശേഷവും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. മനുവാകട്ടെ സഹായിക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തു. അപ്പോഴും നീ എന്നെ വേണ്ട എന്നുള്ള നിലപാടാണ് എടുത്തത്. ഇതേ തുടർന്ന് എനിക്ക് മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ നിലപാട് മാറ്റിയത്. എനിക്ക് അതിൽ യാതൊരു ദേഷ്യവുമില്ല. ഇനി എൻ്റെ താലി കെട്ടിയവൻ്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയധികം സ്നേഹം അദ്ദേഹം മനസ്സിൽ കരുതിയിട്ടുണ്ട്. അത് തന്നെയാണ് കാരണം. അതുകൊണ്ട് ഇനിയൊരിക്കലും ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ ഞാൻ സ്നേഹിച്ചതിൽ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു. ഒരിക്കലും ഞാൻ നിന്നെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിന്നെ സ്നേഹിച്ചു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ തെറ്റ് തിരുത്താനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും എനിക്ക് നിന്നെ ഇനി ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. നിനക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ സമയം അഞ്ജലിയുടെയും സൂര്യയുടെയും സംസാരം പ്രഭ കേൾക്കാൻ ഇടയായിരിക്കുകയാണ്. ഇതോടെ നല്ലൊരു അവസരമാണ് എനിക്കിപ്പോൾ കൈവന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രഭ മനസ്സിലാക്കുന്നു. ഇവളെ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാം. കാരണം ഇവൾ ചെയ്ത ചതി വീട്ടിലുള്ള എല്ലാവരും അറിയുകയാണ് എങ്കിൽ പിന്നെ ആരും തന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുകയില്ല. അതുകൊണ്ട് കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നടപ്പിലാക്കണം എന്ന് ഉറപ്പിക്കുന്ന പ്രഭ അരവിന്ദിനെ വിളിച്ചിരിക്കുകയാണ്. അരവിന്ദ് അവിടേക്ക് ചെല്ലുകയും എന്താണ് കാര്യമെന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അരവിന്ദിനോട് കാര്യങ്ങൾ പറയുന്നതിനായി തയ്യാറാവുകയാണ് പ്രഭ. എൻ്റെ കൂടെ നീ നിൽക്കണം. എന്നാൽ പുതിയൊരു വഴിത്തിരിവ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തു വേണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്തിനും ഞാൻ കൂടെ നിൽക്കാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് അരവിന്ദ്. കൃത്യമായ പ്ലാനിങ് ഇപ്രാവശ്യം ഉണ്ടാകണം. എന്തായാലും പ്ലാൻ പാളിപ്പോകരുത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇപ്രാവശ്യം പാളുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് പ്രഭ. ഇതേ തുടർന്ന് വീട്ടുകാരുടെ മുന്നിലേക്ക് കടന്നു വരുന്ന പ്രഭ ഇവൾ എല്ലാവരെയും വഞ്ചിക്കുകയാണ് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു വീട്ടുകാർ. നീ വെറുതെ അസൂയ കൊണ്ട് ഇങ്ങനെയൊന്നും പറയണ്ട എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ ദേഷ്യം കൊണ്ട് പറയുന്നതല്ല എന്ന് വ്യക്തമാക്കുന്ന പ്രഭ സൂര്യയും അതുപോലെ തന്നെ അഞ്ജലിയും തമ്മിൽ പ്രണയത്തിലാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടുകാരെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ അവർ പകച്ചു പോകുന്നു.
പ്രഭയെ അവർ എതിർത്തുകൊണ്ട് ഇതേ തുടർന്ന് മുന്നിലേക്ക് വരികയാണ്. അഞ്ജലി മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അഞ്ജലിയോട് കാര്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രഭ. ഇതോടെ പ്രഭ പറഞ്ഞത് ശരിയാണോ എന്ന് വീട്ടുകാർ ചോദിക്കുന്നു. എനിക്കിനി ഒന്നും മറച്ചു വെക്കാനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന അഞ്ജലി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യം സമ്മതിക്കുകയാണ്. മാത്രവുമല്ല അത് വിവാഹത്തിന് മുൻപായിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് കേൾക്കുന്ന പ്രഭ വിവാഹത്തിന് ശേഷവും മനുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതും സത്യം തന്നെയാണ്. കാരണം എനിക്ക് അത്രയധികം ഇഷ്ടമായിരുന്നു സൂര്യയെ. മാത്രവുമല്ല എന്നെ സഹായിക്കാമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പു നൽകിയിരുന്നു മനു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. മനു എല്ലാ കാര്യവും വിവാഹത്തിന് മുന്നേ അറിഞ്ഞതാണ്. ഞാൻ ഒരിക്കലും അവനെ ചതിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് കേട്ടതിനെ തുടർന്ന് മനുവിന്റെ അച്ഛനാകെ ഞെട്ടിപ്പോകുന്നു. ഇങ്ങനെയൊരു ചതി നിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. നിന്നെ എനിക്കിനി കാണേണ്ടതില്ല എന്നും നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. മനുവിന്റെ അച്ഛൻ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തു പറയും എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുന്നു അഞ്ജലി. ഇതോടെ പ്രഭ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പോൾ നടന്നില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രഭയ്ക്ക് മറുപടി നൽകാൻ സാധിക്കാതെ തല താഴ്ത്തിക്കൊണ്ട് അവിടെ നിന്ന് അഞ്ജലി പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.